ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആസ്ട്രോസ്പൈ ഗെയിമിംഗ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ സ്ക്വിഡ് ഗെയിം കളിച്ചിരുന്നു. അത് നമ്മൾ പ്ലെയർ ആയിട്ടായിരുന്നു കളിച്ചത്. പക്ഷേ ഇന്ന് നമ്മൾ ഗാർഡായിട്ടാണ് കളിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇവിടെ ഞാൻ സ്ക്വിഡ് ഗെയിം എക്സ് എടുത്തിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ഗാർഡായിട്ട് കളിക്കാൻ പറ്റുമോ. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നമുക്കൊരു 400 കോയിൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അതുമെല്ലാം നമുക്ക് ഫ്രീ ഗിഫ്റ്റ്സും കിട്ടുന്നുണ്ട്. അറിഞ്ഞുകൂടാ, എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഡായിരിക്കും. അത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റേ ഫ്രണ്ട് മാൻ ആവും, അങ്ങനെയൊക്കെ പോകും. നമുക്ക് ഡെയിലി ഓക്കെ, എനിക്ക് ഗാർഡിൻ്റെ യൂസ് കിട്ടി കേട്ടാ. ഓക്കെ, യെസ് ഗൈസ്, എനിക്ക് അത് കിട്ടിയിട്ടുണ്ട്. സ്കിൻസൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കുറേ കോയിൻസ് കൊടുത്താൽ മതി. ഞാൻ കോയിൻസ് കൊടുത്താലേ കിട്ടുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, എന്തായാലും നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം അതാണ്. എനിക്കങ്ങ് അറിയില്ല ഇങ്ങനെ ഉണ്ടാവുന്നു ഗാർഡായിട്ട് കളിക്കാൻ. ഫ്രണ്ട് മാൻ ആവാൻ 1000 കോയിൻസ് വേണം. നോക്കാം. എന്തായാലും നമ്മൾ ഗാർഡ്സ് ആയിട്ടായിരിക്കും കളിക്കാം. ഈ ഇരിക്കുന്ന ഗാർഡ്സ്, ഈ ഗാർഡ് പോലെ ആയിരിക്കും. സോ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സ്ക്വിഡ് ഗെയിമിലിപ്പോൾ. ഡെല്ലിയുടെ കൊടുത്തിട്ടുണ്ട് രജിസ്റ്റേർഡ് ആസ്ട്രോസ്പൈ. എൻ്റെ നമ്പർ വന്നിട്ട് 253 ആണ് ഗൈസ്. എനിക്കാണെങ്കിൽ ഇവിടെ അൺരജിസ്റ്റർ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങി തേരാപ്പാനാണൊക്കെ നമുക്ക്. പക്ഷേ ഈ ഗെയിമിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഈ സ്ക്വിഡ് ഗെയിം എഗ്ഗ് കണ്ടുപിടിച്ചാൽ വല്ലതും കിട്ടുമോ എനിക്കറിയില്ല കേട്ടോ. ഇനി 25 സെക്കൻഡ്സും കൂടെ. ഇതെന്താ? ഫ്രണ്ട്സ്, 20 സെക്കൻഡ്സും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം സ്റ്റാർട്ടാവും. ഇവിടെ വെച്ചിട്ട് ഇവിടെ നമുക്ക് ഡ്രസ്സപ്പിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാനൊക്കെ പറ്റും. ഇയാൾ കണ്ടില്ലേ, പിങ്ക്, ഇത് യെല്ലോ കണ്ടില്ലേ, ഓരോ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്കറിയില്ല എൻ്റെ സൗണ്ടിനുള്ള എന്താ പറയുക ക്ലാരിറ്റിനോ. ഓക്കെ, നമുക്ക് ഓക്കെ, ഞാൻ ഗാർഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഗാർഡ് ടീമിലോട്ട് നമുക്കിവിടെ ഗണ്ണൊക്കെ കിട്ടും. ഓക്കെ, വെൽക്കം പാർട്ടിസിപ്പൻസ്. അതെ, ഫസ്റ്റ് ഗെയിം ഇതാണ് ക്ലാസ്. എനിക്ക് എന്താ ജോലി എന്ന് പറഞ്ഞാൽ ഈ ഡെഡ് ബോഡീസ് ക്ലീൻ ചെയ്യാണ്. ഈ മരിച്ച ആളുടെ ഹണിക്കോമ്പ്. ഓക്കെ, അത് കുറച്ച് പാടാണ് ചിലവർക്ക്. മാർബിൾസ് പാടാണ്, ഗ്ലാസും പാടാണ്, സ്ക്വിഡ് ഗെയിമും പാടാണ്. എനിക്ക് ഇതുവരെ സ്ക്വിഡ് ഗെയിം ജയിക്കാൻ പറ്റില്ല. പക്ഷേ ഏതെങ്കിലും ഒരു വീഡിയോയിൽ എന്തായാലും ഞാൻ നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കണം. എന്നാൽ നമുക്ക് ഡയറക്റ്റ് എൻട്രി ഇല്ല കേട്ടോ. അതെന്താ ഇങ്ങനെ മനസ്സിലായി. നമുക്കിവിടെ ഓടാനുള്ള ഓപ്ഷൻസ്. ഓക്കെ, ഞാൻ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ പ്ലേയേഴ്സ്. ആരെങ്കിലും തോറ്റുപോയി കഴിഞ്ഞാൽ അത് അവിടെ കാണിക്കും. ഓക്കെ, ഞാൻ ഒരാളെ കൊന്നു. ക്ലീനപ്പ് ചെയ്താൽ മതി എനിക്ക്. ഇവിടെ ആരും ചാവുന്നില്ല. ഓക്കെ,
ഇനിതാ ലാസ്റ്റ് ഞാൻ എൻ്റെ ബോഡി ക്ലീൻ ഏറ്റവും വലിയ ബോഡീസ് ക്ലീൻ ചെയ്തപ്പോൾ ചാവ് പെണ്ണെ. പക്ഷെ അതും കൂടെ ക്ലീൻ ചെയ്യാൻ എനിക്കെന്ത് തരാത്ത. നമുക്കെന്താ ഗുണമെന്ന് അറിയാം, നമുക്ക് കോയിൻസ് കിട്ടും ഈ ആൾക്കാരുടെ ഡെഡ് ബോഡി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ. അതാണ് വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ ഫുൾ ഗെയിം കഴിയണ വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യും. അതുവരെ ഉണ്ടാവും ഈ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് വെറൈറ്റി ഗെയിംസ് ഉണ്ടെങ്കിൽ റോബ്ലോക്സിൽ നമുക്ക് ബാക്കിയുള്ള ഗൈസ് എൻ്റെ നെറ്റൊന്നും അറിയാതെ ഒന്ന് പോയി. ഓക്കെ, എന്തായാലും നമ്മൾ ഗെയിമിലെത്തിയിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. നമ്മൾ ചെയ്യണ്ടല്ലോ, ഈ ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചു പോകണം. ആരെങ്കിലും ഒരാൾ ചാവടോ, പ്ലീസ് പ്ലീസ്, ആരെങ്കിലും ഒരാൾ ചാവുക, അതാണ് എനിക്ക് വേണ്ടത്. ഡെഡ് ബോഡി ക്ലീൻ ചെയ്യാൻ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യവനാണ് കൊട. ചെയ്യടാ, മര്യാദക്ക് പണിയടാ. അല്ല അതെ കഴിഞ്ഞ എൻ്റെ പൊന്നി വേണമെന്ന് പെട്ടെന്ന് ചെയ്തി. കൊടയുള്ളവനാണ് ഇയാൾ. സമയം എത്ര ഉണ്ട്? 1 മിനിറ്റ് ഉണ്ട്. കുഴപ്പമില്ല. ഒറ്റ ചത്തു. ക്ലീനപ്പ്. വേറെ ആരെങ്കിലും ഒരാൾ ചവിട്ടും പറഞ്ഞതും. പക്ഷേ വേറെ വേറെ എൻ്റെ ഡെഡ് ബോഡി ക്ലീൻ ചെയ്യടാ. ക്ലീൻ ചെയ്യൂടെ, എന്നാതിരി പൊട്ടന്മാരാണ്. സമയം തീരാറായിട്ടാ, സമയം തീരാറായി. പെട്ടെന്ന് അല്ലെങ്കിൽ നീ ചാവുന്നു. ഞാൻ പറഞ്ഞില്ലാണ്ടോ, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാ പറയാം. പെട്ടെന്ന് ചെയ്യടാ, സമയം കഴിയാറായി. ലാസ്റ്റ് മൊമെന്റിലെ കംപ്ലീറ്റ് വെടിയുണ്ടോ. സമയം കഴിയാറായിട്ടാണ് 6, 5, 4, 3, 1 ചത്തു. നീ ചത്തു. ഓ ചത്തില്ല കേട്ടോ, അവൻ ലാസ്റ്റ് സെക്കൻഡിലാണ് ചെയ്തത്. ഇനി 5 ആൾക്കാരെ റിമൈൻ ചെയ്യുന്നു. ആൾക്കാരപ്പോൾ ചത്തും തോന്നുന്നു കേട്ടാ. അല്ല, ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല, ഞാൻ ജമ്പ് ചെയ്യണല്ലേ. ഗാർഡ്സിൽ ലിസ്റ്റിൽ ആരൊക്കെയുണ്ട്? റോക്കി ബൈ ഗൈസ്, റോക്കി ബൈ ഉണ്ട്. സലാം സലാം. ഞാൻ നോക്കാം, ഞാൻ കരയാൻ ബോഡി ഞാനേ കണ്ടുള്ളൂ. അപ്പൊ ഇതിലിപ്പോ എല്ലാവരും ചത്തു കഴിഞ്ഞാല് എന്തടിയാടാ, ചത്തു. അവൻ ചത്തു. നീ മിണ്ടായി. ചത്തു. എല്ലാം കൂടെ പൊരിഞ്ഞടിയാണല്ലോ. കൊല്ലട്ടെ. ഞാൻ ക്ലീനപ്പ്. എന്താണ് എല്ലാത്തിനും ഒരാൾ അത്രയും ബാക്കി.
മാർബിൾ അല്ല മിങ്കിളല്ലേ? സോറി, മിങ്കിളിലപ്പോ ജയിക്കാൻ പറ്റില്ല. മിങ്കിളിലെങ്ങനെ ജയിക്കും? 3 player ഒക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ ജയിക്കും. ദിസ് ഈസ് ഇംപോസിബിൾ. നോക്കാം. ചില വീഡിയോസൊക്കെ എനിക്ക് ചിലപ്പോൾ കട്ട് ചെയ്തൊക്കെ ഇത് കട്ട് ചെയ്യേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ ഈ കുതിരയുടെ ഉണ്ടായത് അവനൊക്കെ കയറും. പക്ഷെ എനിക്ക് പക്ഷെ ഞാൻ ഇവിടെ നിൽക്കുമ്പോണ്ടല്ലോ, ഞാൻ ഇങ്ങനെ കറങ്ങൂല. ഞാൻ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക. ഒരു പ്ലെയർ ഈ ഗാർഡ്സും കൂടെ ഒരുമിച്ച് കയറിയിരുന്നാലും പോയാ എടാ ഒരുത്തൻ രണ്ടെണ്ണൊക്കെ എനിക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ലോക്ക്. ഇനി നിന്നെയൊക്കെ ജീവനോടെ ഓടിക്കോ ചാവട ഭാഗ്യമാനെ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ചാവും. കറക്റ്റ് നമ്പറാണ് 2. വാതില് കുത്തിപ്പൊട്ടിക്കില്ല. ഇതില് ഗാർഡ്സിന് ഒരു ജോബും ഇല്ലാത്ത പോലെ തോന്നുന്നില്ലേ? ഇനി നമുക്കൊരു 400 പോയിന്റ്സും കൂടെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് മാൻ അടുത്ത ഗെയിമിൽ എടുക്കാൻ പറ്റും. അപ്പോൾ അതും കൂടെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാതെ കുറേ ഗ്രൈൻഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു എന്താ പറയുക ഫ്രണ്ട് മാൻ്റെ വീഡിയോ ഇടാം. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലെങ്കിലും ഒരാൾ ചാവുന്ന ഉറപ്പാണ്. അവനെ അവിടേക്ക് കയറി. എന്താടാ ഗ്ലിച്ചൊക്കെ അടിക്കുന്നു? ഗ്ലിച്ച്. അവനെന്തോ എന്താ ചെയ്തു? ഇങ്ങനെ എന്തൊക്കെയോ ചാട് എന്തോ ചെയ്തു. മനസ്സിലായില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടേ എനിക്ക് മാത്രം ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ചത്തില്ല. നീയൊക്കെ രക്ഷപ്പെട്ടടാ. പക്ഷെ അടുത്ത കളിയിൽ ഏതെങ്കിലും ഒരാൾ ചാവും. ജസ്റ്റ് ലക്കാണ്. ഗൈസ്, ഞാൻ ഇപ്പോൾ വോയിസ് ഓവറാണ് കൊടുക്കണത്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇപ്പോഴാണ് അറിയണത് ഞാൻ മൈക്ക് ഓൺ ചെയ്യാൻ മറന്നുപോയിന്ന്. ഇതിൽ സത്യം പറഞ്ഞാൽ ഞാനിപ്പം ഇതിലിവിടെ കിടന്ന് തേരാപാര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരാൾ ചാവാനായിട്ട്. അങ്ങനെ ഈ ഒരു ഗെയിം ചെറുതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. സോ ഞാൻ മറന്നുപോയി. ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇപ്പോൾ ഞാൻ ഓരോരോ സീൻ ഇങ്ങനെ കട്ട് ചെയ്ത് വരും. ചിലപ്പോൾ ഒരു സീനിൽ മാത്രം മൈക്ക് ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഇത് നിങ്ങൾക്ക് ഇനിയും കണ്ടു കഴിഞ്ഞാൽ ഒരാൾ ജയിച്ചു അങ്ങനെ കാണാനേ പറ്റുള്ളൂ.
അല്ലാതെ ഫർദറായിട്ട് ഇതിലൊന്നുമില്ല. അതുവരെ വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലിപ്പോൾ ജസ്റ്റ് 2 പേരല്ലേ കളിക്കുന്നുള്ളൂ, അത്ര രസമൊന്നുമില്ല. ഞാൻ മൈക്ക് ഓൺ ചെയ്യാനും മറന്നുപോയി. അതല്ല, അടുത്ത പ്രാവശ്യം എന്തായാലും പിടിക്കാം. സോ ഇതിലൊരാളിപ്പോൾ ചത്തു. ആൻഡ് പിന്നെ നമ്മൾ നേരെ ലോബിയിലോട്ട് പോയി. 1 player has been eliminated. The total cash prize has been increased by 20. The game ended. അത്രേ ഉള്ളൂ. സോ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരും. സോ ടാറ്റാ ബൈ.